കേൾവിക്കുറവാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇനി ടെൻഷൻ വേണ്ട. കേൾവിക്കുറവിന് ശാശ്വത പരിഹാരമാണ് ശബ്ദ ഹിയറിംഗ് എയ്ഡ് സെൻറ്റർ. കോട്ടയം കഞ്ഞിക്കുഴി എറഞ്ഞാൽ റോഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കേൾവിക്കുറവുമായി കടന്നു വരുന്ന ഒരാൾക്ക് നമ്മളൊരു സർട്ടൺ ടെസ്റ്റ് ബാറ്ററീസ് ആണ് ചെയ്യുന്നത്. അതിൽ പ്യൂർടോൺ ഓഡിയോമെട്രി, ഇമിറ്റൻസ് ഓഡിയോമെട്രി, ഓട്ടോസ്കോപ്പി എന്നിവയൊക്കെയാണ് ബേസിക് ആയിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കേൾവിക്കുറവിൻ്റെ തോത് നമ്മൾ വിലയിരുത്തും. അത് ഏത് ടൈപ്പ് ഹിയറിംഗ് ലോസ് ആണെന്നുള്ളതും വിലയിരുത്തും. അതിനെ ആശ്രയിച്ചായിരിക്കും ഏത് ഹിയറിംഗ് എയ്ഡ് ആയിരിക്കും ആ പേഷ്യൻറ്റിന് അനുയോജ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ രീതിയിലുള്ള മോഡലുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബിഹൈൻഡ് ദ ഇയർ, റിസീവർ ഇൻ ദ കനാൽസ്, CIC കസ്റ്റം മീഡ്സ്, CIC, ITC, IT ഇങ്ങനെയുള്ള മോഡലുകളാണ് ഇവിടെ കോമൺ ആയിട്ട് ലഭ്യമായിട്ടുള്ളത്. അപ്പം ഇതിൽ തന്നെ കൂടുതലുള്ളവർക്ക് കൂടുതൽ ആയാസം ഇനി ഉപയോഗിക്കാൻ പറ്റുന്നതും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള മോഡലുകൾ BTE മോഡലാണ്. പിന്നീട് വരുന്നത് റിസീവർ ഇൻ ദ കനാൽ. ഇത് കാഴ്ചയിൽ പൊതുവെ വിസിബിലിറ്റി കുറവുള്ളതായിരിക്കും. അതുപോലെ തന്നെ സംസാരം തിരിച്ച് എടുക്കാൻ ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവപ്പെടുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മോഡലുകളും ഇതാണ്. ഇതിൽ ബാറ്ററി മോഡൽസും ഉണ്ട്, റീചാർജബിൾ മോഡൽസും ഉണ്ട്. അതുപോലെ ഹിയറിംഗ് എയ്ഡിൽ പവർ ബാങ്ക് ഫെസിലിറ്റിയും വരുന്നത് ഈ രീതിയിൽ അവൈലബിൾ ആണ്. പിന്നീട് കസ്റ്റമേഴ്സ്, കൂടുതലും ചെറുപ്പക്കാർ അല്ലെങ്കിൽ ജോലി സംബന്ധമായി കേൾവിക്കുറവ് പുറമെ അറിയാൻ പാടില്ലാത്ത കസ്റ്റമേഴ്സ്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മോഡൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. വേൾഡ് പോപ്പുലേഷനിലെ 6% ആൾക്കാർക്ക് ഇപ്പം ഹിയറിംഗ് ലോസ് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഹിയറിംഗ് ലോസ് നമുക്ക് അനുഭവപ്പെടുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഒരു ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ ഇപ്പം കാണപ്പെടുന്നത് നമുക്ക് ഒരു സിവിയർ പ്രൊഫോൺ കാറ്റഗറിയിൽ വരുമ്പോഴാണ് ആൾക്കാർ ഈ ഹിയറിംഗ് ടെസ്റ്റ് നടത്താറുള്ളത്. അപ്പം അതിൻ്റെ സക്സസ് റേറ്റും ഈ പ്രൊഫോൺ കാറ്റഗറി ആകുമ്പം ഇച്ചിരി ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട്. മോഡേൺ ടെക്നോളജി ഹിയറിംഗ് എയ്ഡ്സ് നമുക്കിപ്പം അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. ഹിയറിംഗ് എയ്ഡ്സ് പല പ്രൈസ് കാറ്റഗറിയിൽ ഇപ്പോൾ ഉണ്ട്. അതായത് ഒരു 10,000 തൊട്ട് മേളിലോട്ട് പല പ്രൈസ് പ്ലാറ്റ്ഫോമിലുണ്ട്. മോഡേൺ ഹിയറിംഗ് എയ്ഡ്സ് ഇപ്പം നമുക്ക് റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ്, അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ബാറ്ററി ഊരുന്ന ബുദ്ധിമുട്ടും അതൊക്കെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇച്ചിരി പാടായിരിക്കും. അപ്പം ഇനിയിപ്പം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം ബാറ്ററി മോഡൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് റീചാർജബിളിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. ഇവിടേക്ക് ഒരു പേഷ്യൻ്റ് ആദ്യം എത്തിയാൽ നമ്മൾ എങ്ങനെയാണ് നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ അവർക്ക് ഓഡിയോളജിസ്റ്റ് ചെയ്യുന്നത് ഓഡിയോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ആണ് അവർ ചെയ്യുന്നത്. ഓഡിയോമെട്രി ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഹിയറിംഗ് ലോസ് എത്രയുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കത് ഡയഗ്നോസ് ചെയ്യണം. അത് ആ കാൻഡിഡേറ്റ് വെദർ ദ കാൻഡിഡേറ്റ് ഈസ് ഐഡിയൽ ഫോർ വെയറിങ് എ ഹിയറിംഗ് എയ്ഡ്. അതായത് എല്ലാവർക്കും ഹിയറിംഗ് എയ്ഡ് പറ്റത്തില്ല. ചില കാറ്റഗറിയിൽ ഹിയറിംഗ് എയ്ഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരു പ്രോപ്പർ ക്വാളിഫൈഡ് ഓഡിയോളജിസ്റ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യും. ആ ലോസ് അനുസരിച്ച് അവർക്ക് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഇഫ് ഹി ഓർ ഷീസ് ആൻ കാൻഡിഡേറ്റ് ഫോർ ഹിയറിംഗ് എയ്ഡ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ഹിയറിംഗ് എയ്ഡ് ട്രയൽ ഉണ്ട് ഇവിടെ. അപ്പം പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് ഈ ഹിയറിംഗ് എയ്ഡിൻ്റെ കാറ്റഗറി വേറെ ആയിരിക്കും. അപ്പം അത് പ്രോപ്പർ ട്രയൽ ചെയ്യണം. ട്രയൽ ചെയ്യാനുള്ള ട്രയൽ യൂണിറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ട്രയൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും, അതിൻ്റെ സക്സസ് റേറ്റ് അറിയാൻ പറ്റും. ചില കേസുകളിൽ നമ്മൾ ഹോം ട്രയൽസും കൊടുക്കാറുണ്ട്. അതായത് ഒരു 3 days നമ്മൾ ഹോം ട്രയൽ ഈ ഹിയറിംഗ് എയ്ഡ് കൊടുത്തു വിടും. അവരുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ട് അത് അവർക്ക് സ്യൂട്ടബിൾ ആകുന്നുണ്ടോ, അവരുടെ വർക്ക് എൻവയോൺമെൻറ്റിന് ഓക്കെ ആകുന്നുണ്ടോ, അതൊക്കെ മെയിൻ ഫാക്ടേഴ്സ്. അതായത് നമുക്ക് ചിലപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ഇതിലൊരു തീരുമാനത്തിലോട്ട് എത്താൻ പറ്റത്തില്ല. കാരണം ഒരു ബിഗിനർ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വെച്ച ഉടനെ അതിൻ്റെ ഒരു സക്സസ് ഇത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ഹോം ട്രയൽസ് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു യൂസർ ആണെങ്കിൽ എപ്പോഴും അവർക്ക് അറിയാൻ പറ്റും, ഈ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതിനിവിടെ എക്സ്ചേഞ്ച് ഫെസിലിറ്റിയും അവൈലബിൾ ആണ് യൂസേഴ്സിന്. ശബ്ദ സ്റ്റാർട്ട് ചെയ്തിട്ട് 18 years ആയി. ഇപ്പം നമുക്ക് 18 ബ്രാഞ്ചസ് ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കൊല്ലം ജില്ലകളിലാണ് നമ്മുടെ ബ്രാഞ്ചുകൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഈ ബ്രാഞ്ചുകളിലോട്ട് ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 9544999558. താങ്ക് യു.